മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പോലെ അടിയാറും തമ്പിളിപ്പന്തൽ. നിങ്ങൾക്ക് ഞാനൊരു സാധനം തരാം. സുമേഷ് ജി, നിങ്ങളിങ്ങനെ കൊടുത്തോണ്ടിരുന്നോ? എന്റെ സുമേഷ് ജി, നിങ്ങളിങ്ങനെ കാവ്യ പോയിച്ച് നടന്ന് ലക്ഷം നാട്ടുകാർ നിങ്ങളെ വെള്ളം പുതപ്പിക്കേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ട് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ തൃശ്ശൂർ ഉണ്ടല്ലേ, മാതാവിന്റെ ഒരു പ്രതി, ഒരു സ്വർണ്ണ കിരീടം എങ്ങനെയുണ്ട്? കിരീടം പ്രതിമ 10-15 കോടി വരുമോ? അയ്യേ, 10-15 കോടി ഒന്നും പറ്റില്ല. കുറഞ്ഞതൊരു 2500 കോടി. 2500 കോടിയോ? അതാണല്ലോ നമ്മുടെ പാരമ്പര്യം. അത് ശരിയാ. പേടിക്കണ്ട, പ്രതിമയ്ക്കൊരു 2 കോടി എങ്ങനെ ചെലവ് മതി. ബാക്കി 1999 കോടിയും നമ്മുടെ ഖജനാവിക്ക്. അപ്പൊ 2 കോടിയിൽ ഒതുങ്ങുമായിരിക്കുമല്ലേ? ബാക്കി ചെമ്പ് അഡ്ജസ്റ്റ് ചെയ്യാലോ. കൊള്ളാടാ മോനെ, നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂര് തരണം. ഞാൻ ഈ തൃശ്ശൂർ അങ്ങ് എടുക്കുക. ഏതൊരു ബിസിനസ് തുടങ്ങാം. എന്റെ മകനെ ബെല്ലാരിലൊരു പോത്ത് കച്ചവടം, 4 പോത്തിന് മേടിച്ചാലോ? നമുക്ക് ഇറക്കാൻ കൊടുക്കാം. എന്നാ പിന്നെ ഞാൻ സ്കൂട്ടായേക്കാം. ബൈ. എന്തേ പോത്തിറച്ചി വേണ? ഞാൻ തുടങ്ങാൻ പോണല്ലോ. എന്റെ പൊന്ന് പ്രിയപ്പെട്ട ദേശവാസികളെ, ദേശവാസികളെ, ഈ കാണുന്ന കർഷക ഭൂമിയെല്ലാം നാളത്തെ പാവപ്പെട്ട കർഷകന്റെ വിമാനത്താവളമാക്കി തരും ഞാൻ. നിങ്ങൾ ഈ വിമാനത്താവളാക്കി തരുന്നത് എന്നറിയാനാണ് നിങ്ങളുടെ ഖജനാവ്. ഞാനേ പുതിയൊരു പരിപാടി പറഞ്ഞുതരാം. വാക്സിൻ അതാവുമ്പോ പോക്കറ്റ് എന്നറിയും, ഓരോ സർട്ടിഫിക്കറ്റിലും നിങ്ങളുടെ പണം. രോമാഞ്ചം രോമാഞ്ചം. 3 കൊല്ലം കഴിഞ്ഞ് പണി വാളാണെങ്കിൽ നയിച്ചിട്ടത് മാറ്റാണ്. ഭാരത് മാതാ കി ജയ്.